ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അത് ഉടമ്പടിയല്ല, എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ്. സത്യദൈവം നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും. ഈ പശ്ചാത്താപം എന്താ വരണത്? അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം. നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ? അല്ലേ? ആദ്യം ഇത് വാളും പരിചയം കൊണ്ട് വെക്കണം. ഇപ്പം നിങ്ങൾ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടിയപ്പോഴാണല്ലോ ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കണത്. നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും. എന്നിട്ട് ജഡ്ജി തീരുമാനിക്കട്ടെ ആര് ജയിച്ചെന്ന് പറയും. നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലണത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ജയിച്ചാൽ ഓന്തോടിയാൽ വെയിലി വരെ, ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ. അത്രേ ഉള്ളൂ. നിങ്ങൾ ജയിച്ചാൽ എത്ര കൊല്ലത്തേക്ക് ജയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും. മേ ബി ഒരു 40 കൊല്ലമാണ് മാക്സിമം. അത് കഴിയുമ്പോൾ കൊമ്പും കോലൊക്കെ മുക്കിന്നും വായിന്നൊക്കെ കൊമ്പും കോലും ഇട്ടിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനായാലും നീയായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം. അല്ല ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൻ തീരുമാനിച്ചു, എൻ്റെ അമ്മ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു, അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആരും ഗുണ്ട പണിക്ക് വരികയാണ്. നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ദൈവം ആരാണ്? നിൻ്റെ ഗുണ്ടപ്പണിക്ക് വേണ്ടി വരാൻ പോകണം. നീ എൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കണം, ഉടമ്പടിയാണ് നീ എടുത്തിരിക്കണം, കൊട്ടേഷനാണ് എടുത്തിരിക്കണം മാതാവിൻ്റെ. അപ്പോൾ ഈ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട്. രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കണ കുടം ഉടയണ പോലെ നീ ഉടയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ വിശുദ്ധമായ മനസ്സാക്ഷിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. ഹല്ലേലൂയ. പുതിയൊരു ജനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ,